വിപണി താഴെ, പക്ഷേ സൂചനകൾ മുകളിലേക്ക്. ഇതൊരു കുതിപ്പോ അതോ കെണിയോ? നമുക്ക് നോക്കാം. തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ഈ വിശകലനം പഠനാവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ്, സാമ്പത്തിക ഉപദേശമല്ല. മാർക്കറ്റ് ക്ലോസ് ചെയ്തത് റെഡിലാണ്, പക്ഷെ ചില ചാർട്ടുകൾ ഒരു പോസിറ്റീവ് കഥ പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ടെക്നിക്കലായിട്ട് നോക്കിയാൽ നിഫ്റ്റി അതിന്റെ ചാനലിലേക്ക് തിരിച്ചെത്തി. ബാങ്ക് നിഫ്റ്റി ഒരു ബുള്ളിഷ് പാറ്റേണും കാണിക്കുന്നുണ്ട്. അതായത് പ്രധാനപ്പെട്ട ലെവലുകളിൽ വാങ്ങുന്നവർ ശക്തമായി ഇടപെട്ടു. ഇതൊരു നല്ല സൂചനയാണ്. ഇനി ഡാറ്റ എന്താ പറയുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ ഓപ്ഷൻസ് ചെയിനിലേക്ക് പോവാം. ഓപ്ഷൻസ് ഡേറ്റ ഒരു ക്ലിയർ റേഞ്ച് തരുന്നുണ്ട്. 22,500 ശക്തമായ സപ്പോർട്ടാണ്, 23,000 ആദ്യത്തെ തടസ്സവും. ആരൊക്കെയാണ് വാങ്ങുന്നതെന്നും വിൽക്കുന്നതെന്നും നോക്കിയാലോ? പ്രോ ട്രേഡർമാരാണ് ഏറ്റവും പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വെച്ച് ഒരു ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം? നിഫ്റ്റിക്ക് ആദ്യം 23,200 ടെസ്റ്റ് ചെയ്യാം. അത് കടന്നാൽ അടുത്ത സ്റ്റോപ്പ് 23,800 ആകാം. ബാങ്ക് നിഫ്റ്റിക്ക് ഒരു 2,000 പോയിന്റ് മുന്നേറ്റം സാധ്യമാണ്. 53,500 എന്ന ലെവൽ തിരിച്ചുപിടിച്ചേക്കാം. ഇപ്പോഴത്തെ കൂടിയ വോളറ്റിലിറ്റിയിൽ പുട്ട് സ്പ്രെഡ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ല റിസ്ക് റിവാർഡ് തരുന്നത്. പക്ഷേ ഈ ചെറിയ ശുഭാപ്തി വിശ്വാസത്തിന് പിന്നിൽ ഒരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. ഓർക്കുക, പ്രധാന ട്രെൻഡ് ഇപ്പോഴും താഴേക്കാണ്. ഇതൊരു ബൗൺസ് മാത്രമാകാം, തിരിച്ചുവരവല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ദീർഘകാല റിസ്ക്? കാരണം ആഗോളതലത്തിലെ പണത്തിന്റെ ഒഴുക്കാണ്. ഇതിനെ എവറിത്തിങ് ബബിൾ എന്ന് വിളിക്കാം. 2020 മുതൽ വൻതോതിൽ പണം പ്രിന്റ് ചെയ്തതാണ് ഇതിനു പിന്നിൽ. കണക്കുകൾ നോക്കൂ. കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ആഗോള പണവിതരണം 40% കൂടി. ഈ അധിക പണം സ്റ്റോക്കുകളിലേക്കും റിയൽ എസ്റ്റേറ്റിലേക്കുമൊക്കെ ഒഴുകി. ഈ പണമൊഴുക്ക് നിന്നാൽ എന്ത് സംഭവിക്കും? അപ്പോ എന്തുകൊണ്ട് ഇനിയും പണം പ്രിന്റ് ചെയ്തുകൂടാ? കാരണം ഒരു വലിയ സാമ്പത്തിക ഭീഷണിയാണ്. അനിയന്ത്രിതമായ പണപ്പെരുപ്പം. അത് സമ്പദ്വ്യവസ്ഥയെ തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒന്നാണ്. അപ്പോൾ എന്താണിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതൊരു കുതിപ്പോ അതോ കെണിയോ? ഇവിടെയാണ് കാര്യങ്ങൾ സങ്കീർണമാകുന്നത്. ഒരു വശത്ത് ഷോർട്ട് ടേം അവസരം, മറുവശത്ത് ലോങ് ടേം റിസ്ക്. അതുകൊണ്ട് ചോദ്യം ഇതാണ്: ഈ ചെറിയ റാലിയിൽ നിങ്ങൾ പങ്കാളിയാകുമോ അതോ വലിയ റിസ്ക് കണ്ട് മാറി നിൽക്കുമോ?